പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ മിഥുൻ ദാമോദരൻ, സ്പോർട്സ് ന്യൂസ്. ഒരു കലണ്ടർ വർഷം കണക്കിലെടുക്കുമ്പോൾ ഏകദിന ക്രിക്കറ്റിൽ തുടർച്ചയായി 4 വർഷം 1300-ലധികം റൺസ് നേടിയതിന്റെ അപരാജിത റെക്കോർഡ് നേട്ടം അത് സൗരവ് ഗാംഗുലിയുടെ പേരിൽ മാത്രമാണ്. ഇങ്ങനൊരു നേട്ടം സച്ചിൻ ടെണ്ടുൽക്കറുടെ പേരിലോ വിരാട് കോഹ്ലിയുടെ പേരിലോ പോലുമില്ല. 1997-ൽ 1338 റൺസ്, 1998-ൽ 1328 റൺസ്, 1999-ൽ 1767 റൺസ്, 2000-ൽ 1579 റൺസ് എന്നിങ്ങനെയായിരുന്നു ഗാംഗുലിയുടെ നേട്ടങ്ങൾ. ഈ ഒരു 4 വർഷ കാലയളവിൽ മാത്രം ആകെ നേടിയ 22 സെഞ്ചുറികളിൽ 16 സെഞ്ചുറികളും 6000-ലധികം റൺസും മറ്റാർക്കുമില്ലാത്ത തുടർച്ചയായ 4 മാൻ ഓഫ് ദ മാച്ച് അവാർഡുകളും ഒക്കെ ഗാംഗുലി സ്വന്തം പേരിൽ കുറിക്കുകയുണ്ടായി. അതേപോലെ സ്ലോ ഓവറുകളിൽ അക്കാലങ്ങളിലെ ഏറ്റവും ഡേഞ്ചർ ബാറ്റ്സ്മാൻ എന്ന ഗാംഗുലിയുടെ അറ്റാക്കിംഗ് മനോഭാവം എടുത്തു പറയേണ്ട മറ്റൊന്നാണ്. ആരാധകരെ കോരിത്തെറിപ്പിച്ചുകൊണ്ട് ക്രീസിന് വെളിയിലേക്ക് ഇറങ്ങി സ്പിൻ ബോളർമാരുടെ പന്തുകളെ സ്റ്റേഡിയത്തിലേക്ക് പറത്തിവിട്ടിരുന്ന കാഴ്ചകളൊക്കെ അതിൽപ്പെട്ടതുമാണ്. അത്തരത്തിൽ ഓർമ്മയിലെ ചില മത്സരങ്ങൾ ഇവിടെ പൊടിതട്ടിയെടുക്കുന്നു. 1999-ൽ ഇന്ത്യൻ പര്യടനത്തിലെത്തിയ ന്യൂസിലാൻഡിനെതിരെ ഗ്വാളിയാറിൽ നടന്ന 3-ാം ഏകദിനം, ഹൈദരാബാദിൽ വെച്ച് തൊട്ടു മുന്നേയുള്ള മത്സരത്തിൽ 186 നോട്ട് ഔട്ട്. അക്കാലത്തെ ഒരു ഇന്ത്യക്കാരന്റെ ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന റൺസ് എടുത്ത സച്ചിൻ ഈ മത്സരത്തിൽ കിവീസ് ബോളിംഗിന് മുന്നിൽ സ്ട്രഗിൾ ചെയ്ത് 23 പന്തുകൾ നേരിട്ട് വെറും 1 റൺസിൽ പുറത്തായിരിക്കുന്നു. തുടർന്ന് 30 ഓവർ പിന്നിടുമ്പോൾ അത് 97-ന് 3 വിക്കറ്റ് എന്ന നിലയിലേക്കും ഇന്ത്യ ബാക്ക് ഫുട്ടിലായിരിക്കുന്നു. അവിടെ നിന്നും റോബിൻ സിംഗിനെയും കൂട്ടി ഗാംഗുലിയുടെ ഒരു ഇന്നിംഗ്സ് ഉണ്ട്, ഒരു തീപ്പൊരി ഇന്നിംഗ്സ്. അവസാന 20 ഓവറിൽ നിന്ന് 164 റൺസും അതിൽ തന്നെ അവസാന 5 ഓവറിൽ 76-ഉം അവസാന 3 ഓവറിൽ 55 റൺസുമായിരുന്നു അടിച്ചുകൂട്ടിയത്. മത്സരത്തിൽ 153 റൺസുമായി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച ആ ഇന്നിംഗ്സിന്റെ ബലത്തിൽ 50 ഓവറിൽ 5 വിക്കറ്റിന് 261 റൺസ് എന്ന നിലയിലേക്കും ഗാംഗുലി ഇന്ത്യയെ എത്തിച്ചു. 2020 നടക്കുന്ന ഇക്കാലത്ത് അതിനത്ര പ്രസക്തി തോന്നില്ല. എങ്കിലും അന്ന് അതൊക്കെ ഏറ്റവും വലിയ ബ്രൂട്ടൽ ബാറ്റിംഗ് ഡിസ്പ്ലേകളിൽ ഒന്നായിരുന്നു. അന്നത്തെ കിവീസ് ടീമിലെ പ്രോപ്പർ സ്പിന്നറായ ഡാനിയൽ വെറ്റോറിക്ക് ആ മത്സരത്തിൽ ഒറ്റ ഓവർ പോലും ക്യാപ്റ്റൻ സ്റ്റീഫൻ ഫ്ലെമിംഗ് നൽകിയില്ല എന്നതും സ്പിന്നർമാർക്കെതിരെയുള്ള ഗാംഗുലിയുടെ റേഞ്ച് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ മറ്റൊന്നാണ് 1999 വേൾഡ് കപ്പിൽ ശ്രീലങ്കയുമായുള്ള മത്സരം. മുത്തയ്യ മുരളീധരന്റെ ആദ്യ സ്പെൽ തീരുമ്പോൾ 7 ഓവറിൽ 21 റൺസ് മാത്രം വഴങ്ങിയിരുന്നു. അന്നേരം ഗാംഗുലിയെ സംബന്ധിച്ച് സെഞ്ചുറി തേക്കാൻ 119 പന്തുകളും വേണ്ടി വന്നിരിക്കുന്നു. പിന്നീട് ഏകദിനത്തിൽ തന്റെ 183 റൺസ് നോട്ട് ഔട്ട് എന്ന ഉയർന്ന സ്കോറിലേക്കുള്ള കുതിപ്പിൽ അവസാന 83 റൺസ് എടുക്കാൻ വെറും 39 പന്തുകൾ മാത്രമാണ് ഗാംഗുലി എടുത്തത്. അതിൽ തന്നെ അവസാന 15 ഓവറുകളിൽ ദ്രാവിഡ് മൊത്ത് 169 റൺസാണ് വാരിക്കൂട്ടിയത്. ഇന്ത്യൻ ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ മുരളിയുടെ ബൗളിംഗ് ഫിഗർ 10 ഓവറിൽ 59 റൺസ് എന്നുമായിരുന്നു. ഇതുപോലുള്ള മറ്റ് ചില ഇന്നിംഗ്സുകളുമായിരുന്നു 2000-ൽ അഡ്ലേഡിൽ വെച്ച് 141 റൺസിന്റെ പാകിസ്ഥാനുമായുള്ള ഇന്നിംഗ്സ്. 1999-ലെ LG കപ്പ്, 2000-ൽ ഇന്ത്യൻ പര്യടനത്തിനെത്തിയ സൗത്ത് ആഫ്രിക്കയുമായുള്ള ഏകദിന പരമ്പരയിലെ ചില മത്സരങ്ങൾ, ആ വർഷമൊടുക്കം സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ട്രൈ സീരീസ്, ഇതെല്ലാം അങ്ങനെ നീളുന്നു. ഒരു ക്യാപ്റ്റൻ എന്ന നിലയെക്കാളും ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ ആ സമയത്ത് വേൾഡ് ക്രിക്കറ്റിൽ സൗരവ് ഗാംഗുലി ഉണ്ടാക്കിയ ഇമ്പാക്ട് മുമ്പും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സച്ചിൻ കഴിഞ്ഞാൽ അന്നേരം ഏറ്റവും കൂടുതൽ ആരാധക കൂട്ടത്തെ തന്നിലേക്ക് ആകർഷിച്ച ആ ബാറ്റിംഗ് ബിരുദിനെ കുറിച്ച് ഇനിയും ഒത്തിരി പറയാൻ കിടക്കുന്നു. ദാദാ, we love cricket, we love Sourav Ganguly, we love Dada. Nation News Live, സത്യം, ചരിത്രം, വർത്തമാനം.